ജെസ്സി വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ക്രിസ്മസ് പ്രമാണിച്ച് ഞാൻ നിങ്ങൾക്ക് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് താറാവ് കറി അപ്പവും. എന്നാൽ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. നമുക്ക് അടുപ്പ് കത്തിക്കാം. നമുക്ക് എണ്ണ ഒഴിക്കാം. തേങ്ങാക്കൊത്ത് മൂപ്പിക്കാൻ പോകണേ. തേങ്ങാക്കൊത്ത് മൂത്തു എടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ച് ഞാൻ ഇതിലോട്ട് ഇടുകയാണ്. ചെറിയ ഉള്ളി ഇതിനകത്തോട്ട് ചേർക്കുക. ശകല ഉപ്പുപൊടി ഇട്ട് ഉള്ളി വഴണ്ടോ എന്ന് നോക്കാം. ഇതിലോട്ട് കറിവേപ്പില ഇടാൻ പോവാം. ഞാൻ കറിവേപ്പില ഇത്രയും ഞാൻ ഇട്ടത് നല്ലതായിട്ട് ടേസ്റ്റും മണവും കിട്ടാൻ വേണ്ടിയാണ്. ഇതിനകത്തോട്ട് തക്കാളിക്ക് അരിഞ്ഞത് ഇടുക. ഇതിലോട്ട് ശകലം മഞ്ഞൾപ്പൊടി ഇടാൻ പോവുകയാണ്. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഞാൻ ചെറിയ തോതിലൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം കൊണ്ടൊന്ന് മൂടി വെക്കുക. ക്രിസ്മസ് ആയിട്ട് നിങ്ങൾക്കൊക്കെ എന്താണ് ആഘോഷം? എവിടെ വരെയായി നിങ്ങളുടെ കുക്കിങ്ങൊക്കെ? ക്രിസ്മസ് ന്യൂ ഇയറുമായിട്ട് എല്ലാവരും തിരക്കിലാണെങ്കിലും എല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണണം. മല്ലിപ്പൊടി ചേർക്കാൻ പോകുക. മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് മുളക് പൊടി ചേർക്കാവും. താറാവ് കറിക്ക് മല്ലിപ്പൊടി കുറച്ചേ ചേർക്കത്തുള്ളൂ. ഞാൻ മുളക് പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത്. മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നികത്തി കൊടുക്കുക. ഇടുകയാണ് കുരുമുളക് പൊടി. ശകലം കുരുമുളക് പൊടിയോടെ ഇടുകയാണ്. ഇത് പകുതി വെന്ത താറാവാണ്. അത് ഇതിനകത്തോട്ട് ഇടുകയാണ്. ഇത് ഇളക്കി താറാവിലോട്ടെല്ലാം മസാല പിടിപ്പിക്കുകയാണ്. പകുതി വേവിച്ച് വെച്ചത് കാണിക്കാനുള്ള എളുപ്പത്തിലാണ്. കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ് വേവാനും വേണ്ടി. അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മൂപ്പിച്ച് വെച്ച തേങ്ങാക്കൊത്ത് ഇതിനകത്തോട്ട് ഇടുകയാണ്. നമുക്കിതൊന്ന് മൂടി വെക്കാം. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇളക്കി നോക്കാൻ പോകാം. ഇതിലോട്ട് ഞാൻ ശകലം കായപ്പൊടി ഇടുകയാണ്. നിങ്ങളൊക്കെ കായം ചേർക്കാറുണ്ടോ? ഞാൻ ഇച്ചിരി കായമൊക്കെ ചേർക്കും. നമുക്കിതൊന്ന് മൂടി വെച്ച് 10 മിനിറ്റോടെ കുക്ക് ചെയ്യാൻ വെക്കാം.
പാകമായി. നമുക്കിത് മാറ്റിയതിന് ശേഷം കടുക് താളിച്ചിടാം. കടുക് താളിക്കാൻ പാത്രം ഇട്ടു. എണ്ണ മൂത്തിട്ടുണ്ട്. കറിക്കകത്തോട്ട് ഈ താളിച്ചത് ഒഴിക്കാൻ പോവാം. ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് പോവുക. മൂടി വെക്കാം. അപ്പത്തിലോട്ട് കിടക്കാം. എണ്ണ തൂക്കുക. അപ്പത്തിനുള്ള മാവ് തന്നെ കല്ലിലോട്ട് ഒഴിക്കുക. നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് നോക്കാം. ആയി. അപ്പം പാകമായിട്ടുണ്ട്. എടുക്കാം. അപ്പവും താറാവ് കറിയും റെഡിയായി. നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഞാനിത് ടേസ്റ്റ് ചെയ്യും. സൂപ്പറായിരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ക്രിസ്മസും ന്യൂ ഇയറും അടിച്ചു പൊളിക്കുക. നല്ലൊരു പുതുവത്സരം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ.